വളരെ നന്നായിട്ട് കളിച്ചു. എന്താണ്ടായപ്പോ കണ്ടതറിയോ? എല്ലാവരും പോയിട്ട് അതിരുമേന്റെ അടുത്ത പ്രസാദം വാങ്ങിക്കൂ. ആൾക്കാരൊക്കെ പോയിട്ട് വാങ്ങിച്ചോളൂ. വാങ്ങി മൈക്ക് പോയോ? മൈക്ക് പോയി. കളിച്ചവരൊക്കെ പോയോ? ഒന്നും വേണ്ട. രണ്ടാമത് കളിച്ചവരൊക്കെ ഒരു ആദ്യം സോറി. സ്വാമിശരണം. ഭക്തജനങ്ങളെ, ശ്രീമദ് ഭാഗവത സപ്താഹത്തിൻ്റെ മഹത്തായ 5-ാം ദിവസം അങ്ങനെ ഭഗവാന്റെ വിവാഹം കഴിഞ്ഞു. നമ്മുടെ മകളുടെ നൃത്ത മനോഹരമായ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ
രുക്മിണി പദ കമല കൃഷ്ണ ശങ്കര കരയുഗദാ കുങ്കുമ മഞ്ജിര സരവര കുവലയ ബലമീര ദേവ ജയ ജയ ഭാഗവതാ ജതി നവനീര കൃഷ്ണ കരുണേ देवा जय जय भागवता गोवर्धन हरणा कृष्णा गोपीजनरमणा कोमलवल्लभ सुन्दर धरणा गोविन्द मधुवदना देवा जय जय भागवता नन्दकुमार हरे राधारमण मुकुंद मुरारे शरणं मे तव चरणयुगं भवरपुरेशा राधा कृष्णा शरणं मे तव चरणयुगं देवी महेश्वरी पार्वती शंकरी शरणं मे तव चरणयुगं शाम्ब सदा शिव शंभो शंकर शरणं मे तव चरणयुगं हरिहर पुत्रा शिववत्सल शरणं मे तव चरणयुगं राधा कृष्णा शरणं मे तव चरणयुगं शरणं मे तव चरणयुगम् ॐ त्वमेव माता च पिता त्वमेव त्वमेव विद्या द्रविणं त्वमेव सर्वं मम देव स्वस्ति प्रजाभ्यः परिपालयन्तां धर्मेण मार्गेण महिषा गोब्राह्मणैभ्यः शुभमस्तु नित्यं लोकाः समस्ताः सुखिनो भवन्तु कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै नारायणाय समर्पयामि ॐ असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्यो मा अमृतंगमय ॐ शान्ति शान्ति शान्तिः दीर्घदण्ड नमस्कारं निर्लज्जो गुरुसन्निधौ शरीरमर्थं प्राणञ्च सद्गुरुभ्यो निवेदयेत् हरि ओम् എല്ലാവരും താഴെ കൊടുക്കുന്നു സ്റ്റെപ്പിന്റെ അവിടെ കൊടുക്കുന്നുണ്ട് അവിടെ എല്ലാം റെഡിയാക്കി താമ്പൂലം റെഡിയാക്കി സാക്ഷരം ഭക്തജനങ്ങളെ ഇന്ന് രുക്മിണി സ്വയംവരം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ വളരെ വിജയപ്രദമായി അവതരിപ്പിച്ച് എല്ലാ മഹിളകൾക്കും ഇതിനോട് സ്വീകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്നത്തെ പൂജയും
എല്ലാം പൂർത്തീകരിക്കുന്നത് മകളാൽ ഭാഗമാണ്. എട്ടാലയിൽ നിന്നും പ്രസാദം സ്വീകരിക്കുവാൻ ശ്രീദേവി സുരേഷിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി അനി ആദരപൂർവ്വം ക്ഷണിക്കുന്നു പ്രസാദം സ്വീകരിക്കുവാൻ. സാധിക്കണം. നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, എന്ത് ഭഗവാനിലേക്ക് ലയിക്കണം, എത്തണമെന്ന് ആഗ്രഹമുണ്ട്, മുക്തി കിട്ടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ ആ ഇന്ദ്രിയങ്ങൾ നമ്മളെ തോൽപ്പിച്ച് കളയുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യണത്? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കഥയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭീഷ്മക രാജാവ്, അതാണ് ഭീഷ്മക രാജാവ് നമ്മുടെ ശരീരമാണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ശരീരം ഭീഷ്മക രാജാവാണ്. അതില് ആ രുക്മിണി എന്ന് പറയുന്നത് അവശയായിട്ടുള്ള നമ്മളുടെ ജീവൻ. ശ്രദ്ധിക്കണം കേട്ടോ. അവശയായ നമ്മളുടെ ഉള്ളിലുള്ള ജീവാത്മാവാണ് രുക്മിണി എന്ന് പറയുന്നത്. ഭീഷ്മകൻ ആ ശരീരം, ഈ ശരീരത്തിന്റെ ഉള്ളിലാണല്ലോ ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആളാണല്ലോ ഭഗവാൻ. അപ്പോ അവിടെ ശരീരം അച്ഛനും മകള് ജീവനുമാണ് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ഈ രുക്മിണിക്ക് 5 സഹോദരന്മാരുണ്ട്. അതാണ് നമ്മളുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്. നമ്മുടെ കഥകളെക്കൊണ്ട് മാത്രം പോയാൽ പോരാട്ടോ. കുറച്ചതൊക്കെ നമ്മളുടെ കുറേശ്ശെ പഠിച്ചതാക്കാൻ പറ്റുള്ളൂ. ഒരുമിച്ച് നമുക്ക് എഴുതാൻ പറ്റില്ല. ഈ 5 സഹോദരന്മാരെ എന്ന് പറയുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളാണ്. അതായത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ ആ ജീവനെ എന്താണ് പുത്രധാരാർത്ഥ്യം. നമുക്കൊക്കെ ഈ 5 ഇന്ദ്രിയങ്ങളെ നമ്മളെ കുട്ടികളുണ്ടാവട്ടെ, ഭാര്യ ഉണ്ടാവട്ടെ, മക്കളുണ്ടാവട്ടെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹരിച്ചുകൊണ്ടിരിക്കും. ശ്രീകൃഷ്ണനെ കാണാൻ സമ്മതിക്കില്ല. അതാണ് പറയുന്നത്. ഈ 5 ഇന്ദ്രിയങ്ങള് ശിശുപാലനെ വിവാഹം കഴിക്കുക പറഞ്ഞിട്ട് രുക്മി എപ്പോഴും രുക്മിയും ഏട്ടന്മാരും കൂടി തീരുമാനിച്ചു ശിശുപാലനെ കൊണ്ട് വിവാഹം കഴിക്കുക. ആരെ വിവാഹം കഴിക്കേണ്ടത്? രുക്മിണിക്ക് ജീവൻ ആഗ്രഹം. നമുക്ക് ആരെ കിട്ടണമെന്ന് ആഗ്രഹം? നമ്മുടെ ജീവാത്മാവാണെങ്കിൽ ആരെ കിട്ടും? കൃഷ്ണനെ കിട്ടണ്ടേ? പരമാത്മാവിനെ കിട്ടണ്ടേ? നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കണത്? രുക്മിണിയുടെ ഏട്ടന്മാര് പറഞ്ഞത് ഏട്ടന്മാരെ 5 ഇന്ദ്രിയങ്ങൾ പറഞ്ഞാണ് ജീവൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതാണ് ആ രുക്മിണി സങ്കടപ്പെട്ടു എന്ന് പറയുന്നത്. രുക്മിണിക്ക് ആഗ്രഹമുണ്ട്, നമ്മളുടെ ജീവന ആഗ്രഹമുണ്ട്, ഭഗവാനിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഏട്ടന്മാരായിട്ടുള്ള 5 ഇന്ദ്രിയങ്ങൾ നമ്മളെ സമ്മതിക്കില്ല. 5 ഇന്ദ്രിയങ്ങൾ എന്താ പറയുക? കല്യാണം കഴിച്ചോളൂ, കുട്ടി ഉണ്ടാക്കിക്കോളൂ, അതുമാതിരി സംസാരത്തിൽ കടന്നു ഇതാക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ 5 ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കുക. ആരനെ? ശിശുപാലനെ എന്നാ പറഞ്ഞത്. അതാണ് രുക്മിണിയെ ശിശുപാലനെ വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ എന്നാൽ രുക്മിണിയാകുന്ന ജീവനെ, ശിശുപാലനാകുന്ന സംസാര ബന്ധങ്ങളെ, ശിശുപാലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സംസാരത്തിൽ കഷ്ടപ്പെടാനുണ്ടാവുമല്ലോ, സംസാര ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുക. അതാണ് ശിശുപാലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശിശുപാലൻ അർത്ഥം കുട്ടികളെ പാലിക്കുന്നവൻ, നമ്മളുടെ കുട്ടികളെ പാലിക്കുന്നവൻ ഇല്ലേ? എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും മതി. പണ്ടൊക്കെ 6 കിടക്ക് ഉണ്ടാവുന്നു, ഒരെണ്ണം പോയാലും കുഴപ്പമില്ല, ബാക്കി 5 ഉണ്ടാവുള്ളൂ എന്നുള്ള 6. അതിനാണ് ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഹിന്ദുക്കളുടെ ഈ ചിന്ത കാരണം കൊണ്ടാണ് 1 മതി. അത് ഗവൺമെന്റ് ഒരു നിയമം വെച്ചു. എന്താണ് ആദ്യമൊക്കെ നാം 2, നമുക്ക് 2, നാം 1, നമുക്കൊന്നായി. ഇപ്പൊ നമുക്ക് ഒന്നും വേണ്ട എന്നുള്ള ചിന്തയിലാണ് കുട്ടികളൊക്കെ ഉള്ളത്. ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ ചിന്തിക്കൂ. നമ്മളുടെ പണ്ടത്തെ വലിയ പഴയ കാലത്തെ ആൾക്കാരൊക്കെ എന്റെ അമ്മയ്ക്ക് 4 മക്കളുണ്ട് ഇല്ലേ? അപ്പൊ അതാ പറഞ്ഞത്. അന്നത്തെ കാലത്തെ ആൾക്കാരെ ഇങ്ങനെ കണക്കാര് നമ്മൾ എന്താ പറയാ മുതലേ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഭാഗം വയ്ക്കുമ്പോൾ മുതലേ കിട്ടാൻ വേണ്ടിയാണ് 6 കുട്ടികളൊക്കെ ഉണ്ടാക്കണമെന്ന് പറയും. അതൊന്നും അല്ല. ആ ചിന്താഗതി വേറെയാണ്. ചിന്താഗതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ കൂടുമ്പോ
ഇമ്പം ഉള്ളതിനെ കുടുംബം എന്ന് പറയും. 6 പേര് കൂടുമ്പോൾ നല്ല ഇമ്പം ഉണ്ടാവും. ഒരാൾ കൂടുമ്പോൾ എന്ത് ചെയ്യണം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ. അതാണ് കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ 6 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും 6 ഭർത്താക്കന്മാരുണ്ടാവും. ഈ 2 കുട്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ 3 കുട്ടികളെ നോക്കുകയാണെങ്കിൽ എത്ര കുടുംബമായി. ഇപ്പം എന്താ ഉണ്ടാവുന്നത്? അവരൊക്കെ ഇങ്ങനെ 30% ആക്കണ്ട കേരളത്തിൽ. നമ്മളൊക്കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരുന്നില്ലേ അല്ലേ. ഞാൻ ഇപ്പം അടുത്ത കാലത്ത് ചിദാനന്ദപുരി സ്വാമികൾ തൃശ്ശൂർ വന്നപ്പോൾ ഞങ്ങളൊക്കെ പോയിരുന്നു. സ്വാമി എന്താ പറഞ്ഞറിയോ, കുട്ടികളെ ഇഷ്ടമാതിരി ഉണ്ടാക്കൂ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇല്ലാതെയായിട്ട് പോകും. നമ്മളെ കുട്ടികളോടൊക്കെ പറയുക ഒന്നെന്ന് വെച്ചാൽ ഇവിടെ കിടന്ന് ഒന്നും വേണ്ടെന്നുള്ളതാണ്. പ്രാരബ്ധമല്ലേ, ലിവിങ് ടുഗദറിലൊക്കെ ജീവിക്കണത്. അങ്ങനത്തെ കാലാണ് നടക്കുന്നത്. അവർക്ക് ലിവിങ് ടുഗദറൊന്നുമില്ല. അവർക്ക് അസലായിട്ട് 4 എന്നുള്ളത് 5ആക്കാനാണ് നോക്കുന്നത്. അവർ 4 2ആക്കാൻ നോക്കുന്നില്ല. അങ്ങനെയാണ് കലികാലത്ത് അതൊക്കെ ഉണ്ടാവും. അപ്പോട്ടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ സംസാര ബന്ധങ്ങളാകുന്ന ശിശുപാലനെ ആർക്ക് രുക്മിണിക്ക് ഇഷ്ടമല്ല, നമുക്കും ഇഷ്ടമല്ല. നമ്മളൊക്കെ ഈ പറഞ്ഞ മാതിരി ആ രുക്മിണിമാരാണ്. നമുക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഇവിടെ ഒരാളെ മാത്രമേ ഇഷ്ടമുള്ളൂ, ആത്മജ്ഞാനം കിട്ടണമെന്ന് മാത്രമേ നമുക്ക് ഇഷ്ടമുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ അതായത് ഈ ശിശുപാലനാകുന്ന സംസാര ബന്ധങ്ങളെ വിട്ട് ഈശ്വരനാകുന്ന ഈശ്വര സന്നിധിയിലേക്ക് കൃഷ്ണനിലേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. വെറുതെ നമ്മൾ കല്യാണം കഴിഞ്ഞാൽ കഥ പറഞ്ഞു പോകേണ്ട കാര്യമില്ല. അതൊക്കെ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന കഥ തന്നെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഭഗവാനെ വേണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ആ ജീവൻ രുക്മിണി ആരെ ആശ്രയിച്ചു? ഒരു ബ്രാഹ്മണനെ ആശ്രയിച്ചു. ആ ബ്രാഹ്മണനാണ് ഗുരു എന്ന് പറഞ്ഞ സാധനം. മനസ്സിലാവുണ്ടല്ലോ, എൻ്റെ കൂടെ ഉണ്ടോ? അപ്പോ ആ രുക്മിണി ആരെ പറഞ്ഞയച്ചു? ഗുരുവിലൂടെ ആ ജീവൻ ക്ലേശങ്ങളെല്ലാം സഹിച്ച് ആ സംസാര ബന്ധങ്ങളെ തട്ടി നീക്കാൻ വേണ്ടിയിട്ട് എന്താണ് കൃഷ്ണനെ ഗുരുവിലൂടെയാണ്. ഗുരു ആദ്യ മെസ്സേജ് പോയി. നമ്മൾ ഗുരുവിനെ തേടി പിടിച്ച് ആ ഗുരുവാണ് മെസ്സേജ് എത്തിക്കുന്നത്. നമുക്ക് ഭഗവാനെ കാണിച്ചു തരുന്നത് നമ്മുടെ ഗുരുവാണ്. അതാണ് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഗുരുവിലൂടെയാണ് കൃഷ്ണൻ ഈ രുക്മിണി ഭഗവാനാകുന്ന കൃഷ്ണനെ പ്രാപിക്കുന്നത്. അതിന് ഈശ്വരൻ അതായത് ഇങ്ങോട്ട് വന്നാലേ സാധ്യമാവുള്ളൂ. അതിനോട് നമ്മൾ ആ ഭഗവാനെ അത് കാരണമാണ് ഭഗവാനെ വരാൻ പറഞ്ഞത്. അത് നമ്മളിപ്പോ അമ്പലത്തിലേക്ക് പോവാതെ നമുക്ക് ഒന്നും കിട്ടില്ല. പക്ഷെ അത് മാത്രം കൊണ്ടുവരില്ല. ഭഗവാൻ നമ്മളെ നോക്കണം. ആ നോക്കേണ്ടത് ആരാ? ഈ ചെയ്യിപ്പിക്കേണ്ടത് ഗുരുക്കന്മാരാണ് ചെയ്യേണ്ടത്. അപ്പോ ഈ പരതന്ത്രനായ ജീവന് അങ്ങോട്ട് പോവാൻ ഭഗവാനെ കാണാൻ സാധിക്കില്ല. നമ്മളൊക്കെ ഈ എന്താ പറയാ അസ്വതന്ത്രന്മാരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒന്നിനും ഒക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്കൊക്കെ ജീവന റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അങ്ങനെ ആ ജീവന് അങ്ങോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഭഗവാനോട് ഇങ്ങോട്ട് വരാൻ പറയും. ഭഗവാൻ അത് കേൾക്കും. ഭഗവാൻ ഇഷ്ടമുണ്ടെങ്കിൽ തരും. അങ്ങനെയാണ്. ഇതാണ് രുക്മിണി സ്വയംവര കഥയിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട തത്വം എന്ന് മനസ്സിലാക്കി. അപ്പൊ നമുക്ക് ഭഗവാനെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ച് കരഞ്ഞെങ്കിൽ വരാൻ പറഞ്ഞാൽ നമുക്കിപ്പോ നമ്മളുടെ കുടുംബക്കാരിൽ കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോ നമ്മൾ വിളിച്ച് കരഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബക്കാർക്ക് നല്ല മുമ്പിൽ വിളിക്കുന്ന അറിയാം. അങ്ങനെ ആ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ആ ഭഗവാൻ നമ്മളെ കൊണ്ടുപോകും. ജീവനെ ജീവാത്മാവിനെ കൊണ്ടുപോയി വിവാഹം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പര വഹനം. വിവാഹം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പരസ്പര വഹനം. അപ്പൊ അവിടെ ജീവാത്മാവും പരമാത്മാവും പരസ്പരം വഹിച്ചും കൊണ്ട് ഒന്നായി തീർന്നിട്ട് അവിടെ വിവാഹത്തിരിക്കും. ഇതാണ് നമ്മൾ ഈ രുക്മിണി സംഭവത്തിന്റെ കഥയിലൂടെ നമ്മൾ ആ തത്വത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അല്ലാണ്ട് വെറുതെ കഥ കേട്ടിട്ട് കാര്യമില്ല. എന്നാൽ ഈ കഥയിലേക്ക് പോവാം. അത് കേൾക്കണമല്ലോ, അതല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അറിയുള്ളൂ ഇല്ലേ? അതായത് വിദർഭ രാജ്യത്തിലെ കുണ്ടിനം എന്ന സംഖ്യ. ഞാനൊരു കാര്യം ഞാൻ പറയാം. ഇന്ന് നമ്മൾ നിർത്തണം എന്നുണ്ടെങ്കിൽ 7 മണിക്ക് നിർത്തുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വായിക്കാൻ കുറേ ഉണ്ട്.
ഒരു 65 അധ്യായങ്ങളൊന്ന് വായിക്കണം എന്ന പ്ലാന്. എന്നാൽ മാത്രമേ ഉദ്ധവോപദേശം എന്തെങ്കിലും നാളെന്ന് പറയാൻ പറ്റുള്ളൂ. അത് കാരണം അത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്, വായിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അതിലുണ്ടെങ്കിൽ മാക്സിമം വായിച്ചെന്ന് തീർത്താൽ നാളെ ഉച്ച 12 മണിയാകുമ്പോഴേക്കും അവർ സ്നാനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണ്ട. അപ്പം നിങ്ങൾ നാളെ വരുമ്പോൾ നിങ്ങൾക്ക് പോവാട്ടോ, കുഴപ്പമൊന്നും ഇവിടെ മായ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കും. അവസാനിപ്പിക്കുന്ന നാളെ ലേറ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അത് കാരണം ഇന്നെ പ്ലാൻ ചെയ്തോളൂ, നാളെ 1/2 മണിക്കൂർ ലേറ്റ് ആയിട്ട് എത്തുള്ളൂ. നമ്മൾ വീട്ടിലൊക്കെ പറഞ്ഞേൽപ്പിച്ച് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നാളെ പറയുമ്പോൾ സഹായിട്ട് പറയുമ്പോൾ അയാളൊക്കെ അവിടെ നിന്ന് പറയുകയോ വീട്ടിൽ പറഞ്ഞിട്ട് കേൾക്കാൻ വെക്കണ്ട. അപ്പം അത് കാരണം കൊണ്ട് എന്താ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വിദർഭ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് പോകാമെന്ന് വെച്ച് പ്ലാൻ ചെയ്തോളൂ. അതനുസരിച്ച് അല്ലെങ്കിൽ പോകണം വിരോധമില്ല. വായിക്കണമല്ലേ, നിങ്ങൾ വായിക്കണമല്ലേ ഉള്ളൂ, വായിച്ചു തീർക്കാം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് മറന്നു പോകുന്നത് കാരണം കൊണ്ടാണ്. അപ്പോൾ ഈ വിദർഭ രാജ്യത്തിലെ കുണ്ഡിനം എന്ന തലസ്ഥാനത്തിൽ അധിവസിച്ചിരുന്ന രാജാവാണ് ഭീഷ്മകൻ എന്ന് പറഞ്ഞ രാജാവ്. അദ്ദേഹത്തിന് ഭീഷ്മകൻ പറഞ്ഞാൽ നമ്മുടെ ശരീരം വെച്ചോളൂ. അദ്ദേഹത്തിന് 6 മക്കളുണ്ട്. രുക്മിണി എന്ന മകളും, അതാണ് ജീവൻ. രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശൻ, രുക്മമാലി എന്ന് പറഞ്ഞിട്ടുള്ള 5 മക്കളുണ്ട്. അതാണ് പഞ്ചേന്ദ്രിയങ്ങൾ വിചാരിച്ചോളൂ. അങ്ങനെ ആ കന്യകയായ രുക്മിണി വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ശ്രീകൃഷ്ണനെ കുറിച്ച് പല സപ്താഹങ്ങളിൽ പോയി ജീവൻ കേട്ട്, അല്ലെങ്കിൽ പല ആൾക്കാരും പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ഭഗവാനെ പറ്റി കേൾക്കുന്നത് ഒന്നും അറിയാത്തപ്പ കുട്ടികളൊക്കെ എങ്ങനെ ഭഗവാൻ നമ്മളിങ്ങനെ സത്സംഗങ്ങളിൽ പോകുമ്പോൾ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോ ആ ശ്രീകൃഷ്ണനെ കുറിച്ച് പലരും പറയുന്നത് കേട്ട് ശ്രീകൃഷ്ണനിലെ അനുരക്തയായി എന്നാണ് ഭാഗവതം പറയുന്നത് അല്ലേ. അപ്പോ നമ്മൾക്കൊക്കെ ഭഗവാനിലേക്ക് അനുരക്തനാവണം അല്ലെങ്കിൽ അനുരക്തയാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? പലരിൽ നിന്നും പല കഥകളും കേട്ട് ശ്രീകൃഷ്ണന്റെ മഹത്വങ്ങൾ കേട്ടാൽ മാത്രമേ നമുക്കറിയുള്ളൂ ആ മഹത്വം. അതാണ് കുട്ടികളോടൊക്കെ വന്നിട്ട് ഭാഗവതം കേൾക്കണം എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ഈശ്വരനോട് അടുക്കണം എന്നുണ്ടെങ്കിൽ അവർ സജ്ജനങ്ങളോട് കൂടിയിരുന്ന് കഥ കേൾക്കണം എന്നർത്ഥം. പിടിയിട്ടുള്ളത് മനസ്സിലായല്ലോ. അങ്ങനെ ആ ഭഗവാനെ ശ്രീകൃഷ്ണനെ കുറിച്ച് പലതും പറഞ്ഞത് കേട്ടപ്പോ ആ ഭഗവാനിലേക്ക് ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് അനുരക്തയായി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ഭീഷ്മകനും ശരീരത്തിനും ആർക്ക് ഭഗവാന് കൊടുക്കണമെന്ന് ആഗ്രഹം. നമുക്കങ്ങനെ ഇല്ല. ഈ ശരീരമല്ലേ, അതാണ് എന്താ വെച്ചാൽ സർവം സമർപ്പയാമി എന്ന് പറയണില്ലേ. ദീർഘദണ്ഡ നമസ്കാരം, നിർലജ്ജോ ഗുരുസഹിതോ, ശരീരം, അർത്ഥം, പ്രാണൻ എല്ലാം ഭഗവാന് കൊടുക്കണം എന്നുള്ള ആഗ്രഹമാണ് ഈ ശരീരത്തിനുള്ളത്. ഇല്ലേ, ഇപ്പൊ നമ്മളിപ്പോ ലയിക്കണം എന്നുണ്ടെങ്കിൽ ശരീരത്തോട് കൂടിയിട്ട് ലയിക്കില്ല. ആത്മാവ്, ജീവാത്മാവ്, ആ എവിടെയാണോ ജീവാത്മാവ് ഇരിക്കുന്ന ശരീരത്തിന്റെ ഉള്ളിൽ ആ ശരീരമാണ് ഭീഷ്മകൻ എന്ന് പറഞ്ഞിട്ടുള്ള അച്ഛൻ. അപ്പൊ ഭീഷ്മകന് എന്തുണ്ട്? ഇവിടെ കർണനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്ദ്രിയങ്ങളെ സമ്മതിക്കില്ല എന്നർത്ഥം. മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ ശരീരത്തിന് ആവശ്യമുണ്ട്. ഭഗവാൻ അത് കാര്യത്തിലോ നിങ്ങൾ വന്നിട്ട് ഇരിക്കണം, നമസ്കരിക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണത് ആ ഇഷ്ടം ഭഗവാനോട് ഇഷ്ടം കൊണ്ടല്ലേ നമസ്കരിക്കണത്, അല്ലെങ്കിൽ നമ്മൾ നമസ്കരിക്കില്ലല്ലോ. അങ്ങനെ ആ കൊടുക്കണം എന്നാണ് ചിന്ത ഭീഷ്മകന്. അങ്ങനെ ഒരു ദിവസം ആ സഭയിൽ വെച്ചിട്ട് രുക്മിണിയെ ശ്രീകൃഷ്ണനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനെ പറ്റിയിട്ട് ചർച്ചയായി എന്നാണ്. രാജാവാണ് ഭീഷ്മ രാജാവ് പറഞ്ഞത്, എന്റെ മകളെ കൊടുക്കേണ്ടത് ഇന്ന ആൾക്ക് എന്നുള്ളത് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോ രുക്മി ഒഴികെ, ഈ ഇന്ദ്രിയങ്ങളുടെ ലീഡറായിട്ടുള്ള രുക്മി ഒഴികെ എല്ലാവരും എന്ത് പറഞ്ഞു? സമ്മതം നൽകി. അപ്പൊ ഇന്ദ്രിയങ്ങൾ പറഞ്ഞു എന്ത് തന്നെ ആയാലും വേണ്ടില്ല, ഞാന് കൊടുക്കില്ല. എന്ത് തന്നെ ആയാലും ഞങ്ങൾ കണ്ണും മൂക്കും നാക്കും ഒക്കെ പറഞ്ഞു. ഇത് ഇതിന്റെ ശരീരത്തിന് സുഖിക്കാനുള്ളതാണ്, ഒരിക്കലും കൃഷ്ണനെ കൊടുക്കില്ല എന്ന് അത് പറഞ്ഞു. അപ്പോ പലരും അനുനയിപ്പിക്കാൻ നോക്കി, ഗുരുക്കന്മാർ നമ്മളെ അനുനയിപ്പിക്കാൻ നോക്കി. ഇപ്പൊ സപ്താഹങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ഞാനും നിങ്ങളോട് പറയുന്നുണ്ട് ഇതൊക്കെ വേണം, ചെയ്യണം പറയുമ്പോൾ അവർ അനുനയമാണ്. പലരും ആ പഞ്ചേന്ദ്രിയങ്ങളെ വിടൂ എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങളെ അനുനയിപ്പിക്കാൻ വേണ്ടി നോക്കി എന്നാണ് പറഞ്ഞത്. പക്ഷേ ആർക്കും ആ ഇന്ദ്രിയങ്ങളെ അനുനയിപ്പിക്കാൻ സാധിച്ചില്ല. മനസ്സിലാവുണ്ടല്ലോ. അങ്ങനെ അപ്പോ അതിനുള്ള കാരണം എന്താ? നമുക്കുണ്ട് എന്തെങ്കിലും അമ്പലത്തിൽ പോവാതിരിക്കാൻ കാരണങ്ങൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ അല്ലേ. ഒരു എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഒഴിവാക്കും. ഞാൻ തന്നെ പറഞ്ഞു, ഒരു അമ്മ
ദിവസേന വരാൻ നീട്ടി പോണ ആൾക്കാരാണ് നമ്മളുടെ. അങ്ങനെ ആ രുക്മിണിക്ക് ശ്രീകൃഷ്ണൻ അനുയോജ്യനല്ല എന്ന തെളിവുകൾ ആര് രുക്മി തുടങ്ങിയ ആൾക്കാര് നിരത്തി വെച്ചു എന്നാ പറഞ്ഞത്. ഒന്നാമത് ഭ്രഷ്ടനാണെന്നാ പറഞ്ഞത്. അതായത് ഈ വൃഷ്ണികൾക്ക് ഒരു ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുണ്ട് ക്ഷത്രിയ വംശത്തില്. അവർക്ക് ക്ഷത്രിയ വംശത്തിൽ ജനിച്ചാലും ക്ഷാത്രവൃത്തിക്ക് അധികാരികളല്ല വൃഷ്ണികള്. അപ്പോ കൃഷ്ണൻ ക്ഷത്രിയനാണ് എന്നുണ്ടെങ്കിലും പക്ഷെ അധികാരമില്ലാത്തത് ആ യദുവിന്റെ ശാപം കൊണ്ടാണ്. അതായത് യദുവംശത്തിലാണ്. ആ യദുവിന്റെ സീനിയറായിട്ട് യദുവിന്റെ ശാപം കൊണ്ടാണ് വൃഷ്ണികൾക്ക് കിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ യദു തന്റെ യൗവനം യയാതിക്ക് കൊടുക്കാത്തതിനാല് യദുക്കളൊക്കെ ക്ഷാത്രവൃത്തിക്ക് അധികാരമില്ലാതെ പോകട്ടെ എന്നൊരു ശാപം യദുക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് കൊടുത്തത് പുരു എന്ന് പറയുന്ന ആ മകനാണ് യയാതിക്ക് യൗവനം കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളൊന്ന് ആ വഴി ടച്ച് ചെയ്തിട്ടില്ല. ഒന്നാമത്തെ സ്കന്ധത്തില് കഥകൾ മുഴുവൻ പറയാൻ പറ്റില്ല. അതാ പറഞ്ഞത്. തത്വം പറയുമ്പോൾ കഥകൾ പറയും. അപ്പോൾ തത്വങ്ങളിലേക്ക് പോകും. അപ്പോ ആദ്യം പറഞ്ഞു ഒന്നാമത് ക്ഷത്രിയനല്ല. ക്ഷത്രിയനായി ജനിച്ചാലും ഭ്രഷ്ട് കൽപ്പിച്ച ആളെ ഒരു ക്ഷത്രിയൻ വിവാഹം കഴിക്കില്ല എന്നുള്ളത്. അതാണ് ഈ രുക്മി പറഞ്ഞിട്ടുള്ള എക്സ്ക്യൂസ്. രണ്ടാമത്തെ പറഞ്ഞു അവൻ കൃഷ്ണൻ കപടശാലിയാണ് എന്ന് പറഞ്ഞു. എന്തെല്ലാം കാണിച്ചു വെച്ചിരിക്കുന്ന വികൃതികൾ കാണിച്ചിട്ടും എല്ലാവരെയും വെണ്ണ കട്ടിട്ടും എല്ലാ കാര്യങ്ങളും കപടം കാണുക. ഈ വെണ്ണ കാക്കുന്നൊക്കെ കപടം കാണിക്കാന്ന് പറയാ. ആ കപടശാലിയാണ് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കണ്ടത് കൃഷ്ണൻ ഭീരുവാണ് എന്ന് പറഞ്ഞു. പേടിച്ചിട്ടാണ് എവിടെ പോയിട്ട് ദ്വാരക ഉണ്ടാക്കി കടലിൽ അവർക്ക് പോയിട്ട് താമസിച്ചത്. ഭീരുവാണ് എന്ന് പറഞ്ഞു. ജരാസന്ധനെ ഭയപ്പെട്ടുകൊണ്ട് വീടും നാടും വീടൊക്കെ വിട്ട് സമുദ്രമധ്യത്തില് താമസിക്കുന്നവനാണ് ആര് ഈ പറഞ്ഞ സാമർത്ഥ്യായി. ഇങ്ങനെ ഇതൊക്കെയാണ് അയാളുടെ വാദങ്ങൾ. അത് കാരണം കൊണ്ട് കൃഷ്ണൻ അതായത് രുക്മിണിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോ ഇതൊന്നുമില്ലാത്ത, അതായത് ഭ്രഷ്ടനല്ല, അതേമാതിരി തന്നെ ഈ എന്താ പറയാ കപടമില്ലാത്തവനായിട്ടുള്ളതും ഈ ഭീരുവല്ലാത്തവനുമായിട്ടുള്ള ശിശുപാലനാണ് നല്ലവൻ. സംസാരബന്ധമാണ് നല്ലവൻ എന്ന് ആര് പറഞ്ഞു കൊടുത്തു? ഈ ഇവര് പറഞ്ഞു കൊടുത്തു. പഞ്ചേന്ദ്രിയങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോ ശിശുപാലനാണ് അനുയോജ്യം. ഒരു വഴിക്ക് ഭീഷ്മകരായ കൺഫ്യൂഷനായി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. അപ്പോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശരീരത്തിന് ഈ പഞ്ചേന്ദ്രിയങ്ങളെ പേടിയുണ്ട്. നാളെപ്പോ കണ്ണ് പണി മുടക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ണ് കാണില്ല. അപ്പൊ കണ്ണ് പണി മുടക്കാതിരിക്കാനാണ് ഈ സാധനം നമ്മൾ വെച്ചേക്കണം അല്ലേ. അപ്പൊ ശരീരത്തിന് പേടിയുണ്ട്. ആ ശരീരത്തിന് പേടി എന്താ വരാൻ കാരണം ഉണ്ടെങ്കിൽ ആ എപ്പോഴും ഈ പറഞ്ഞ മാതിരി ആ ഭീഷ്മക രാജാവാകുന്ന ശരീരത്തിന് ഈ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളെ രുക്മിയാകുന്ന പഞ്ചേന്ദ്രിയങ്ങളെ പേടിയുണ്ട്. അതാണ് പറയുന്നത് മകനെ നല്ല പേടിയുണ്ട്. കാരണം ആ ശിശുപാലന്റെ കൂടെ ജരാസന്ധനെന്നും സാല്വനെന്നും വിഡൂരവനെന്നും പറഞ്ഞ കുറെ ചങ്ങാതിമാരുണ്ട്. അതാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പലതര വികാരങ്ങൾ. മനസ്സിലാവുണ്ടല്ലോ? പഞ്ചേന്ദ്രിയങ്ങളുടെ പലതരത്തിലുള്ള വികാരങ്ങളാണെന്ന് പറയുന്നത്, ചങ്ങാതികളാണെന്ന് പറയുന്നത്. അപ്പൊ അവരും ഈ രുക്മിയൊക്കെ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരീരത്തിന് നിലനിൽപ്പില്ല. നമുക്ക് ഈ കണ്ണ് നോക്കുന്ന ആക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കുടിഞ്ഞു നോക്കണ്ടേ ഇല്ലേ? അത് ജരാസന്ധനാവും ഇല്ലേ? എന്തെങ്കിലും ഇഞ്ചി പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാവും. കണ്ണ് മൂക്ക് നാക്ക് നോക്ക് അത് പറഞ്ഞു. പിന്നെ അനുയായികളാണ്. ഒരു കയ്യിൽ ഒരു വരല് പോയാൽ പിന്നെ ഈ കൈയോട് ഒരു കാര്യം ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു വരല് പോയാൽ ആ വരല് പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പൊ ഇതൊക്കെ ജരാസന്ധൻ പറഞ്ഞിട്ടുള്ള അനുയായികളാണെന്ന് മനസ്സിലാക്കിക്കോളൂ. അപ്പൊ ജീവന് എന്ത് വേണം? ഭഗവാനിലേക്ക് ജീവന് അതായത് ശരീരത്തിന് ജീവനെ പറഞ്ഞയക്കണം എന്ന് ആഗ്രഹമുണ്ട്. എവിടേക്ക്? ഭഗവാനോട് പറഞ്ഞയക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതേമാതിരിയുള്ള വിഷയങ്ങളിലും പഞ്ചേന്ദ്രിയങ്ങളുമായ വിഷയങ്ങളിലെല്ലാം കൂടിയിട്ട് ഒതുങ്ങി നിന്നിട്ടുള്ള ഇതാണ് പറയുന്നത്. അപ്പോ അച്ഛനാണെങ്കിലും അവരെ കൊണ്ട്
ഈ പറഞ്ഞ ശിശുപാരാധികളെ കൊണ്ടൊക്കെ എന്താ പറയുക, ജരാസന്ധനെ കൊണ്ടൊക്കെ രാജാവ് തന്നെ ആ ഉപദ്രവിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇവർ ബഹുമാനം വന്നിട്ട് രാജാവ് ശരീരത്തിനെ, ആ ഭീഷ്മക രാജാവായ ശരീരത്തിനെ എന്തെന്നായി ആക്രമിക്കുമെന്ന് പേടിച്ചുകൊണ്ട് മനസ്സോട് കൂടിയിട്ട് ഭീഷ്മകൻ അതുണ്ടെങ്കിൽ ആ രുക്മിയെ ശിശുപാലന് വിവാഹം ചെയ്യാൻ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് എന്തെങ്കിലും കോട്ടൺ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ശരീരം തളരും ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഭഗവാനും വേണ്ട, ഒന്നും വേണ്ടെന്നുള്ള ഭാവം ഭഗവാനെ നമ്മൾ വിടും. അപ്പോ അങ്ങനെയാണ് പറയുന്നത്. അപ്പോ ഇവിടെ വിവാഹം നിശ്ചയിച്ചു, ജീവാത്മാവിന്റെ വിവാഹം നിശ്ചയിച്ചു. വിവാഹം കഴിക്കാൻ ഇന്ദ്രിയങ്ങളൊക്കെ റെഡിയായി, ശിശുപാലനൊക്കെ റെഡിയായി, സംസാര ബന്ധത്തിലും റെഡിയായി. ഇതൊന്നും ആരറിയണില്ല, ജീവാത്മാവ് അറിയണില്ല. പാവം രുക്മിണി ഇതൊന്നും അറിഞ്ഞില്ല. അപ്പോ അവിടെ എപ്പോഴും എന്താണ്, ആ കൃഷ്ണനാകുന്ന സ്വപ്നലോകത്തില് എപ്പോഴാണ് കൃഷ്ണനെ വിളിക്കുക? നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? നമ്മളൊക്കെ കൃഷ്ണൻ എപ്പോഴാണ് നമ്മളെ വിളിക്കുക ഇല്ലേ? കാലൻ വിളിക്കാൻ നമ്മൾ ആരും ആഗ്രഹിക്കില്ല, കൃഷ്ണനെ വിളിക്കാൻ നമ്മളൊക്കെ ആഗ്രഹിക്കും. അതുമാതിരി രുക്മിണി എപ്പോഴും ഇതൊന്നും അറിഞ്ഞില്ല, അവൾ ശ്രീകൃഷ്ണനെ സ്വപ്നം കണ്ടു കഴിയായിരുന്നു എന്നാണ്. അപ്പോഴാണ് പറയണത് കല്യാണമൊക്കെ തീരുമാനിച്ചു. വിവാഹത്തിന്റെ തലേ ദിവസം പുരോഹിതൻ ആ കന്യകയെ വിവാഹ ദീക്ഷ കൊടുക്കാൻ ചെല്ലുമ്പോഴാണ് നാളെ എൻ്റെ കല്യാണമാണെന്ന് അറിയണം. നാളെ എൻ്റെ കല്യാണമാണ് എന്നറിയണത് തലേ ദിവസം. എന്താ ചെയ്യാ പിന്നെ? അപ്പോ ഈ ജീവൻ ഈ കാര്യങ്ങളൊക്കെ എത്തിയതിന് പെട്ടെന്ന് ജീവനൊരു ഇത് വന്നു, ഭഗവാനിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നം കണ്ടു കഴിയുകയായിരുന്ന ആ കന്യക തീരുമാനിച്ചു, അതായത് ബുദ്ധിമതിയാണ് രുക്മിണി. അപ്പോ ആ ബുദ്ധിമതിയായിട്ടുള്ള ജീവൻ തൻ്റെ വിശ്വസ്ത ബ്രാഹ്മണനെ വിളിച്ച് ദ്വാരകയിൽ പോയിട്ട് ആ ശ്രീകൃഷ്ണന്റെ ആ സന്ദേശം കൊടുത്തു വിട്ടു എന്നവർ. ആ സന്ദേശം കൊടുത്തു വിട്ടിട്ട്, അതായത് നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ ആര് വേണം? നമ്മളെ ഒരു പൂജാരി എന്ന് പറയാം, ബ്രാഹ്മണൻ എന്ന് പറയാം ഇല്ലേ? നമ്മുടെ അമ്പലത്തിലാരെ പൂജിക്കുക? ബ്രാഹ്മണന്മാരല്ലേ പൂജിക്കുക. അപ്പോ ജീവന് ഭഗവാനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടനിലക്കാരനായിട്ട് ഗുരുക്കന്മാരും ഈ പൂജാരികളും ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അതാണ് ബ്രാഹ്മണനെ ആരുടെ പറഞ്ഞയച്ചു പറഞ്ഞത്. അതിനുശേഷം അത് നല്ല രസത്തിലാണത് ഇത് പറയണത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണ അവിടുന്ന് ഒരു കത്ത് കൊടുത്തയച്ചു എന്നാ പറഞ്ഞല്ലേ? കത്ത് കൊടുത്തയച്ചു എന്ന് പറഞ്ഞു. നമ്മുടെ നല്ല രസത്തിലുള്ള കത്താണ്. ആദ്യത്തെ ഈ പ്രേമലേഖനം ഉണ്ടാക്കിയത് കൊടുത്തയച്ചത് രുക്മിണിയാണെന്നാ പറയുക, ഭഗവാന് വേണ്ടിയിട്ട്. അതായത് അപ്പൊ ബ്രാഹ്മണൻ ഭഗവാന്റെ അടുത്തെത്തി. ഭഗവാൻ പറഞ്ഞു, ബ്രാഹ്മണ വായിച്ചോളൂ, എന്താ പറഞ്ഞേക്കണ വെച്ചാൽ ഭഗവാന് തിന്നുന്ന ആവശ്യമില്ല, ജീവന് വേണം വരണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഭഗവാന് രുക്മിണി ആവശ്യമില്ല, ആര്യ ആവശ്യമില്ല, മഹാലക്ഷ്മി ആവശ്യമില്ല. ഞാൻ അതാ പറഞ്ഞത്. രുക്മിണി ഇന്നലെ പറഞ്ഞത് കൃഷ്ണനെ ഞാൻ തരില്ല എന്ന് പറഞ്ഞതിന്റെ ആവശ്യതാണ്. ഭഗവാൻ അങ്ങോട്ട് പോയിട്ട് വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? അപ്പോ ആ ചടങ്ങ് ചെയ്യരുത്. ഭഗവാനെ ഇവിടുന്ന് കൊണ്ടുപോയി അവിടുന്ന് റോഡിൽ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവരരുത്. അപ്പൊ രുക്മിണി ഇങ്ങോട്ട് വരണം. നമ്മുടെ ജീവാത്മാവായ രുക്മിണി അങ്ങോട്ട് പോയിട്ട് വേണം ഭഗവാനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. ആണല്ലേ? ശരിയല്ലേ? ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നോട് പറഞ്ഞു, കമ്മിറ്റിക്കാർ പറഞ്ഞു, ഇനി ആൾക്കാരൊക്കെ എന്താ പറയാ? ഇപ്പൊ അവിടെ സംശയമുണ്ട്, എവിടെ വെച്ചൂലെ, തിരുമേനി വെച്ചൂലെ, എന്നാലും അവിടെ വെച്ചടക്കും. ആകെ എല്ലാവർക്കും കൺഫ്യൂഷനായിരുന്നു ഇല്ലേ? എന്താർക്കില്ലേ? അത് അതിൻ്റെ ശാസ്ത്രം ഉണ്ട്. തിരുമേനിയോട് ഞാൻ പറയാൻ വേണ്ടി പറയാം എന്താന്നുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണുമ്പോഴേക്കും ആവലാതിയാണ് വരുന്നത്. ഞങ്ങൾക്കറിയാം ഈ ചോദ്യം ഇതിൽ എല്ലാവരും മനസ്സിലുണ്ട്, പക്ഷെ ചോദിക്കാൻ നിവർത്തിയില്ല. അടുത്ത ഭാഗത്തിൽ നമ്മളെ കവടിയുടെ അടുത്ത ഭാഗത്ത് വായിക്കണം എന്നുള്ളതാണല്ലേ? അത് പറയാം. അവിടെ പോവാ. എന്നിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ
ഭഗവാനെ വിളിച്ചത്, ജീവാത്മാവ് വിളിച്ചത് ഭുവനസുന്ദര ഇല്ലേ? ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യകർണവിവരൈർഹരതോംഗതാവം രൂപം ദൃശാം ദൃശിമധാമഖിലാർത്തലാഭം തുയച്യുതാ വിശതി ചിത്തമവത്രപം മേ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേ ഭുവനസുന്ദര എന്നാ പറഞ്ഞത്. അതായത് ഹേ ഭുവനസുന്ദര, അങ്ങയുടെ ഗുണങ്ങളും സൗന്ദര്യവും കേട്ട് എന്റെ മനസ്സ് അങ്ങയില് ആസക്തി പൂണ്ട് മുങ്ങിക്കിടക്കുകയാണെന്ന് പറഞ്ഞത്. അവിടെ പറഞ്ഞത് എല്ലാം കേട്ടിട്ട് അതുകൊണ്ടാണ് ഞാന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലജ്ജയില്ലാതെ ഞാന് സന്ദേശം കൊടുത്തയക്കണത്. എഴുതിയ വാക്കാണ് കേട്ടോ. എനിക്ക് ലജ്ജയില്ല. എവിടെയും കേട്ടിട്ടുണ്ടോ? പോയിട്ട് നമ്മൾ പെണ്ണ് കാണാൻ പോണത് കേട്ടിട്ടുണ്ട്, ആണിനെ കാണാൻ പോണത് കേട്ടിട്ടില്ലല്ലോ. ഇപ്പൊ എന്താ പറയുക? എഴുത്ത് കൊടുത്തയച്ചത് ആരാ? രുക്മിണിയല്ലേ കൊടുത്തയച്ചത്? സാധാരണ എങ്ങനെ പതിവ്? ലവ് ലെറ്റർ കൊടുക്കുക, ആരൊക്കെ കൊടുക്കുക? ആണ്. ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ കാലത്താണ്. ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് അറിയില്ല. ഞാൻ കുറെ കാലമായി, 10-60 വയസ്സായി. ഇനിയിപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് കാര്യത്തില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഓർമ്മിക്കാൻ പറ്റുമോ ഇല്ലേ? അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ലജ്ജയില്ലാതെയാണ് ഞാൻ സന്ദേശം കൊടുത്തേക്കണത്. അത് എന്റെ കുറ്റമല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അങ്ങയുടെ, അതായത് ഗുണങ്ങൾ ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ. ഹേ കൃഷ്ണ, അങ്ങയുടെ ഗുണഗണങ്ങൾ കേട്ട് എന്റെ മനസ്സ് അങ്ങയിൽ ലയിച്ചു പോയി. ഞാൻ ഇതേവരെ അങ്ങയെ കണ്ടിട്ടില്ല, എന്നാലും അങ്ങയെ അറിയാതെ ഞാൻ സ്നേഹിച്ചു പോയി എന്ന അപരാധം ക്ഷമിച്ചുകൊണ്ട് എന്നെ സ്വീകരിക്കൂ. നമ്മളെന്താ എഴുതുക? ഇല്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. അതല്ലേ നമ്മൾ എഴുതുക. ഭഗവാൻ എത്ര ഭംഗിയില്, രുക്മിണി എത്ര ഡീസന്റ് ആയിട്ട് അതിൽ എഴുതിയേക്കണത് ഇല്ലേ? അതായത് ഇത് ആ ലജ്ജയില്ലാതെ കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. ഇത് എന്റെ കുറ്റമല്ല. അങ്ങയുടെ ഗുണഗണങ്ങൾ കേട്ട് എന്റെ മനസ്സ് അങ്ങയിലേക്ക് ലയിച്ചു. ഞാൻ അങ്ങയെ കണ്ടിട്ടില്ല, എന്നാലും അങ്ങയെ അറിയാതെ സ്നേഹിച്ചു പോയ കുറ്റം ക്ഷമിക്കണേ എന്നുള്ളതാണ്. അതാ പറഞ്ഞത്. എന്നിട്ട് പറയാണ് ൂപവിദ്യാവയോദ്രവിണർധാമഭിരാത്മതുല്യം ധീരാപതിങ്കുലവദീനപ്രണീതകന്യാ കാലേ നൃസിംഹനരലോകമനോഭിരാമം എന്ന് പറഞ്ഞു. അറിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹേ മുകുന്ദ, ഹേ നരശ്രേഷ്ഠനായിരിക്കും. നരസിംഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നരശ്രേഷ്ഠനാണ് ഭഗവാൻ. മനുഷ്യന്മാർ നൃസിംഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരശ്രേഷ്ഠൻ എന്നർത്ഥം. അപ്പോ ആ നരശ്രേഷ്ഠനായിരിക്കുന്ന മുകുന്ദ പറയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഹതി കുലശീല രൂപ. അതായത് ഈ വിവാഹപ്രായമെത്തിയ ഏത് കന്യകയാണ് അങ്ങയെ ആഗ്രഹിക്കാതിരിക്കുന്നത്? ഭഗവാന്റെ സൗന്ദര്യ ഗുണഗണങ്ങള് അതാ പറഞ്ഞത്. ആ എല്ലാ ഷഡ്ഗുണങ്ങളും എല്ലാം തിരഞ്ഞ ആളാണ് ഭഗവാൻ. ഐശ്വര്യം, കീർത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സദ്ഗുണങ്ങളൊക്കെ ആരാണ് ആഗ്രഹിക്കാതിരിക്കുന്നത്? കാരണം അങ്ങ് പൂർണ്ണനാണ് എന്നാണ് പറഞ്ഞത്. പൂർണ്ണനാണ്. അങ്ങയിൽ നിന്ന് മാത്രമേ എനിക്ക് മനസ്സുഖം ലഭിക്കുകയുള്ളൂ. ആ മോക്ഷം കൊടുക്കുന്ന മുകുന്ദ, മുകുന്ദനർത്ഥം മോക്ഷം കൊടുക്കുന്നവൻ. ഹേ മോക്ഷം കൊടുക്കുന്ന മുകുന്ദ, നരലോകത്തിന് സുഖം നൽകുന്ന അങ്ങ് എന്നെ സ്വീകരിക്കൂ എന്നതാണ്. നല്ല നല്ല വാക്കുകളിലാണ് ശ്രീശുഖന്മാർ വ്യാസൻ ഇതൊക്കെ രചിച്ചിരിക്കുന്നത് കേട്ടോ. വ്യാസന്റെ ഓരോരോ വാക്കുകൾക്കും അതിൻ്റെതായ, അതാണ് നരലോക മനോഭിരാമനാണ് അത് ഭഗവാൻ. എത്ര ശ്രേഷ്ഠനായിട്ടുള്ള നരനാണ് ഭഗവാൻ എന്നാ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തന്മേ ഭവാൻ ഖലു വൃതപരി പതിരംഗജായാമാൽമാർപിതശ്ച ഭവതോത്ര വിഭോ വിദേഹി മാ വീര്യഭാഗമഭിമർശതു ചൈത്യാരാത് ഗോമായുവൻ മൃഗപഥേർ ഭൃതിമം ഭുജാക്ഷ. പറയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് ഹേ കൃഷ്ണ,
ഭഗവാനെ, ഞാൻ അങ്ങയെ ഭർത്താവായിട്ട് സ്വീകരിച്ചു പോയി. ജീവാത്മാവ് പറയാണ്, നമ്മളൊക്കെ പറയാറുള്ള വാക്കാണ്, ഭഗവാനെ അങ്ങയെ ഞാൻ സ്വീകരിച്ചു പോയി എന്ന് പറയാണ്. എന്റെ ശരീരം ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചു തന്നു. നിർലജ്ജോ ഗുരുസംഗീതോ ശരീരമർത്ഥം പ്രാണഞ്ച. ആ സദ്ഗുരുവായിട്ടുള്ള ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞു. പിന്നെ പറയാണ്, ആ അങ്ങയെ കണ്ട മാത്രയില് എന്റെ സങ്കടം തീർത്തു തരൂ. ഞാൻ എപ്പോഴാണോ അങ്ങയെ കാണുന്നത് ആ നിമിഷത്തില് എന്നെ സ്വീകരിച്ചും കൊണ്ട് എനിക്ക് മോക്ഷം തരൂ എന്നാണ് ജീവന്റെ പ്രാർത്ഥന. അതാ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹേ അംബുജാക്ഷ എന്നാ വിളിച്ചത്, എന്നിട്ട് താമരക്കണ്ണാന്നാ വിളിച്ചത്. അതായത് ശിശുപാലൻ എന്നെ തൊടാൻ ഇടയാവരുത് കണ്ടീഷനാണ്. അതാണ് ചൈത്യ ആരാധന. അതായത് ആ ചൈത്യനായിരിക്കുന്ന ശിശുപാലൻ എന്നെ തൊടരുത്. അങ്ങെന്താ ചെയ്യേണ്ടത്? ഈ വന്നിട്ട് ഈ മൃഗപതിയായിരിക്കുന്ന സിംഹരാജൻ എന്താ ഈ സിംഹത്തിന്റെ ഇരയെ കുറുക്കൻ കൊണ്ടുപോകുന്ന, അതായത് ഗോമായു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറുക്കൻ എന്നർത്ഥം, മൃഗപതി എന്ന് പറഞ്ഞ സിംഹം. സിംഹത്തിന്റെ വായിൽ നിന്ന് ഇരയെ കുറുക്കൻ കൊണ്ടുപോകുന്ന പോലെ ആ സിംഹമായ അങ്ങയുടെ അവകാശത്തെ ശിശുപാലനായ കുറുക്കൻ കൊണ്ടുപോകാൻ സമ്മതിക്കരുതേ എന്നുള്ളതാണ്. അതാണ് അതായത് ശിശുപാലനെ കുറുക്കൻ അങ്ങനെയുണ്ടല്ലോ, എവിടെയെങ്കിലും അതായത് തല്ലുപിടിപ്പിക്കുകയൊക്കെ ചെയ്യും കുറുക്കൻ. ഈ രണ്ട് കുട്ടനാട്ടിനെ തല്ലുപിടിപ്പിച്ചിട്ട് ചെന്നായ കുറിക്കുന്നതായ കുറുക്കനും അതെ, എവിടെയാണ് അതായത് സിംഹം വലുത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വയറെടുത്ത് ഓടിച്ചുകൊണ്ടെടുത്ത് അതിനടി കിട്ടും. കുറുക്കനെ അടിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമില്ല, അത് ചെല്ലാൻ അറിയില്ല എന്നാ പറയുക. അങ്ങനെ ആ പറയാണ്, അങ്ങനെ അനുവദിക്കല്ലേ. എന്നിട്ട് പറയാണ്, ഇനി അഥവാ അങ്ങ് സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ കന്യകയായിട്ടിരിക്കും എന്ന് പറയുകയാണ്. വേറെ എനിക്ക് ഒന്നുമില്ല എന്നാ പറയും, കന്യകയായിട്ട്. അതാണ് പറയാ. പിന്നെന്താ പറയുന്നത്? ഭഗവാൻ പരേശ ആരാധിതോ കൃഷ്ണാതും മേ നമഘോഷസുധാദയോജ്ഞേ. നമ്മളൊക്കെ ഇങ്ങനത്തെ ആ പ്രേമലേഖനം എഴുതിയാലേ ഭഗവാൻ നമ്മളെ സ്വീകരിക്കുള്ളൂ. അതാ പറഞ്ഞത്, ആ ഭഗവാന്റെ പ്രാർത്ഥന അങ്ങനെ ഇരിക്കണം. ഈ സംസാരമാകുന്ന ആ കുറുക്കനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് വേണമെന്നാ പറയണത്. അതായത് ഈ പൂർത്തം, ഇഷ്ടം, ദാനം, നിയമം, വ്രതം, ദേവപൂജ, ബ്രാഹ്മണ പൂജ, ഗുരുപൂജ, അതായത് ആ ഇതുകൊണ്ടാണ് സർവേശ്വരനായ അങ്ങയെ എൻ്റെ കൈകൾ കൊണ്ട് എപ്പോഴെങ്കിലും പൂജിച്ചിട്ടുണ്ടോ? നമ്മളിതൊക്കെ ചെയ്യണം. അതായത് ദാനം ചെയ്യണം, യമനിയമാദികൾ പാലിക്കണം, വ്രതമെടുക്കണം, ദേവപൂജ ചെയ്യണം, അതുമാതിരി ഇഷ്ടം അതായത് യജ്ഞം ചെയ്യണം. അങ്ങനെ പൂർത്തം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൂജാവിധിയാണ്. ഇതൊക്കെ സർവേശ്വരനായ അങ്ങയെ എൻ്റെ കൈകൾ കൊണ്ട് പൂജിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഹേ കൃഷ്ണ, ആ പൂജിച്ച കൈകള്, എൻ്റെ കൈകള് ശിശുപാലൻ പിടിക്കാനുള്ള ഇടവരരുതേ എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ധമഘോഷസുത. ധമഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധമഘോഷന്റെ പുത്രനാണ് ഈ ശിശുപാലൻ. ആ ധമഘോഷന്റെ ശിശുപാലൻ എൻ്റെ കൈ പിടിക്കാൻ ഇടവരരുത്. കാരണം ജന്മാന്തരങ്ങളില് ഞാൻ എന്തെങ്കിലും സുഹൃതം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം എനിക്ക് ഇപ്പോൾ തരൂ, അല്ലാതെ അങ്ങല്ലാതെ എനിക്ക് അറിയില്ല. എന്തെങ്കിലും വല്ല ഈ പറഞ്ഞ ദാനങ്ങളും നിയമങ്ങളും അത് വ്രതങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പുണ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴാണ് തരേണ്ടത്, എനിക്ക് അങ്ങല്ലാതെ ആശ്രയമില്ല എന്ന് പറയാണ്. പിന്നെ പറയാണ്, ശോഭാവിനീതമജിതോദ്വഹനേ വിധർമ്മാൻ ഗുപ്തസമേത്യ പൃഥനാവതിഭിപരീതഃ നിർമധ്യചൈര്യമകദേന്ദ്രഫലം
പ്രസഹ്യ മാം രാക്ഷസേന വിധിനോദ്വഹവീര്യശുൽക്കാം. ഇനി വഴി പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെയാണ് എന്നെ കൊണ്ടിരുന്നത് നോക്കൂ. ഭഗവാൻ ഉപദേശിക്കുകയാണ്. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാണ്, ഹേ അജിത എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ രണത്വം അജിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹേ അജിത, നാളെ എൻ്റെ വിവാഹമാണ്. അങ്ങ് ഒരു കാര്യം ചെയ്യണം. എന്താ? വേഷം മാറി വരണം എന്നാണ് പറഞ്ഞത്. അതായത് ഗുപ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുപ്ത സമേത്യ, ആരും വേഷം മാറിയിട്ട് വരണം എന്നാണ് പറഞ്ഞത്. ഗുപ്ത സമേത്യ. പിന്നെന്താണ്? ആ വേഷം വന്നിട്ട് ആരും അറിയരുത് കേട്ടോ എന്ന് പറഞ്ഞു. വേഷം മാറി വരണം, ആരും അറിയരുത്. എന്നിട്ട് എന്നെ ആ രാക്ഷസ വിധി പ്രകാരം കല്യാണം കഴിക്കൂ എന്നാണ് പറഞ്ഞത്. അതാണ് രാക്ഷസേന വിധിന ഉദ്വഹ വീര്യശുൽക്കം എന്ന് പറയുന്നത്. അതായത് അന്ന് എന്നെ രാക്ഷസ വിധിപ്രകാരം എന്നെ വന്ന് എടുത്ത് കട്ടുകൊണ്ടു പോകുന്ന ഉദ്വഹം എന്ന് പറഞ്ഞ എന്നെ എടുത്ത് കട്ടുകൊണ്ടു പോകുന്ന പണി കഴിക്കണം. ഇതിൽ ഓരോരോ ഇങ്ങനെ ആയിരിക്കണം നമ്മളുടെ ഭഗവാനോടുള്ള അപ്രോച്ച്. ഭഗവാനോടുള്ള നമ്മുടെ പ്രാർത്ഥന. എന്നാൽ മാത്രമേ അത് ഭഗവാൻ കേൾക്കുള്ളൂ. അങ്ങനെ പറയാണ്. അത് മാത്രല്ല, ഇവിടെ ജരാസന്ധനും ശിശുപാലനും സൈന്യത്തൊക്കെ നിർത്തിയിട്ടുണ്ട്. അവരെ തോൽപ്പിച്ച് എന്നെ വിവാഹം. അതാണ് ചൈത്യ മഗധേന്ദ്ര ഫലം. ചൈത്യനും ശിശുപാലനും മഗധേന്ദ്ര ഫലം ജരാസന്ധൻ. മഗധയിലെ രാജാവാണ് ജരാസന്ധൻ. ഈ നിർമ്മധ്യ ചൈത്യ മഗധേന്ദ്ര ഫലം പ്രസഹ്യ. ആ ജരാസന്ധനെയും അതേമാതിരി ശിശുപാലനെയും തോൽപ്പിച്ച് ഈ ഭഗവാനെ എന്നെ വിവാഹം കഴിക്കൂ എന്നാ പറയുന്നത്. തോൽപ്പിച്ചിട്ട്. ഇനി അഥവാ തോൽപ്പിക്കാൻ അങ്ങേക്ക് മനസ്സില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ. ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അന്തഃപുരാന്തരചരമനിഹത്യ ബന്ധും ത്വാമുദ്വഹേ കഥമിതി പ്രവദാമിവായം പൂർവേതിരസ്തി മഹവി കുലദേവി യാത്ര യസ്യാം ബഹിർനവതധോർഗിരിജാമുഭയാന്ന് പറഞ്ഞു. ഇനി എൻ്റെ അന്തഃപുരത്തിൽ വന്ന് എന്നെ എങ്ങനെ കട്ടുകൊണ്ടുപോകും എന്നാണെങ്കിൽ, തലേ ദിവസം ഞങ്ങളുടെ അടുത്ത് ഒരു അംബികാ ക്ഷേത്രമുണ്ട്. അവിടേക്ക് ഞാൻ തൊഴാൻ വരുന്നുണ്ടാകും. കല്യാണത്തിന് തലേ ദിവസം വരുന്നുണ്ടാകും. ആ സമയത്ത് വന്നാൽ എന്നെ അപഹരിക്കാൻ ഭഗവാനെ അങ്ങേക്ക് സാധിക്കും എന്നാണ് പറയണത്. ആ കുലദേവി യാത്ര ഗിരിജ, അതായത് ആ പാർവതി ദേവിയുടെ അതുകൊണ്ട് ഇതാക്കിക്കോളൂ. അതുകൊണ്ട് വേഗം വന്ന് എന്നെ കട്ടുകൊണ്ടുപോകുന്നതാണ്. വേഗം വന്ന് എന്നെ അപഹരിക്കുക എന്ന് പറയുകയാണ്. എന്നിട്ട് പറയാണ്, ആ അവസാനിപ്പിക്കണ അവസാനിപ്പിക്കുകയാണ്. യസ്യാംഗ്രിപങ്കജരജസ്നപനം മഹാന്തോ വാഞ്ചന്തി ഉമാപതിരിവാൽപതമോ വഹന്തി യർഹ്യം ഭുജാക്ഷ നലഭേയ ഭവത്പ്രസാദം ജഹ്യാമസൂൻ മൃദർശാൻ ശതജന്മവിസ്യാദ്. പറയാണ്, ഹേ അംബുജാക്ഷ, ആ ഉമാപതി പോലും പൂജിക്കുന്ന അങ്ങയുടെ കാൽപാദങ്ങള്, പരമേശ്വരൻ ആ ശിവൻ പൂജിക്കുന്ന അങ്ങയുടെ പാദപത്മങ്ങള് എനിക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രാണനെ ഉപേക്ഷിക്കും. നമ്മൾ പറയാറുണ്ട്, ഞാൻ ആദ്യം കല്യാണം കഴിക്കില്ല, ആളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ പറയാറുണ്ട്. അത് നമ്മളുടെ സ്റ്റൈല് വേറെ, രുക്മിണിയുടെ സ്റ്റൈല് വേറെ. അതാ പറഞ്ഞത്. അങ്ങനെ അങ്ങ് ഇനി അഥവാ പറയാണ്, അങ്ങ് വന്നിട്ട് കൊണ്ടുപോയിട്ടില്ല എങ്കിലും ഞാൻ ശിശുപാലന്റെ ഭാര്യയാകില്ല. അത്ര ഉറച്ച ഭഗവാനെ കിട്ടണമെന്നുള്ള ജീവാത്മാവിന്റെ ഉറച്ച അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. എനിക്ക് അങ്ങേ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? പറയാണ്, ഞാൻ ശിശുപാലന്റെ ഭാര്യയല്ല. സംസാരത്തിന്റെ അതിന് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ വിചാരം വേണം നമുക്ക്. സംസാര സമുദ്രത്തിൽ നിന്ന് ഞാൻ കടക്കില്ല. എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് അങ്ങ് മാത്രമേ വേണ്ടൂ. അങ്ങനെ ആകില്ല. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രാണനെ ഉപേക്ഷിക്കും എന്നാണ് പറഞ്ഞത്. ആ പ്രാണനെ ഉപേക്ഷിക്കുക തന്നെ ചെയ്യും. ഈ തീരുമാനത്തിന് മാറ്റമില്ല എന്നാണ് പറഞ്ഞത്. ഒരു മാറ്റം കോംപ്രമൈസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അതായത്. അങ്ങനെ ആ ബ്രാഹ്മണൻ
രാവണൻ ആ ഭഗവാനെ കത്ത് വായിച്ച് കേൾപ്പിച്ചുകൊണ്ട് അവരോട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ എത്രയും പെട്ടെന്ന് വന്ന രുക്മിണിയെ സ്വീകരിച്ചു കേട്ടോ, അതിൻ്റെ കാര്യം മഹാ കഷ്ടമാണെന്നൊക്കെ പറഞ്ഞ ബ്രാഹ്മണന്റെ സ്റ്റൈലിൽ പറഞ്ഞു. ഇത് കേട്ട ഭഗവാൻ ബ്രാഹ്മണനോട് പറഞ്ഞു, ശരി അങ്ങ് പോവാ, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് ദാരുകനോട് രഥം കൂട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ബ്രാഹ്മണന് ഭഗവാൻ ഉടനെയാണ് യാത്രയായി. ഭഗവാൻ ആരോടും സമ്മതം ചോദിച്ചില്ല. ആരോടും പറഞ്ഞെങ്കിൽ പെർമിഷൻ്റെ വേണം, ഏട്ടനോട് പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. ആരോടും പെട്ടാതെ പറഞ്ഞില്ല. അപ്പോ വേഗം ചാടി കയറി, ദാരുക വേഗം വരൂ, ഒരു ബ്രാഹ്മണനും കൂടിയിട്ട് രണ്ടുപേരും കൂടിയിട്ട് കണ്ടപ്പോ ആരൊക്കെ ബലരാമസ്വാമി പന്തി കേടു, എന്താ എന്നോട് പറയാതെ അവിടേക്ക് പോണത് എന്നുള്ളതായി. അപ്പൊ ഏട്ടന്മാരുടെ ഉത്തരവാദിത്തം അങ്ങനെയാണ്, ഏട്ടന്മാർക്ക് ഭയങ്കര ഉത്തരവാദിത്തം. അപ്പൊ വേഗം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബലരാമൻ സൈന്യങ്ങളോടെ കൂട്ടിക്കൊണ്ട് കൃഷ്ണന്റെ പിന്നാലെ ബലരാമസ്വാമി നമ്മുടെ സൈന്യങ്ങളെ കൊണ്ടാട്ട് പറഞ്ഞു. അതാണ് എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരാള് ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തീരുമാനിച്ചോളൂ, അതിനുള്ളിൽ എന്തൊരു കാര്യം ഉണ്ടാവും. കൃഷ്ണൻ പോണത് എന്തിനാ? എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ പോവാണ്, പ്രശ്നം ഉണ്ടാവും, അത് അതൊക്കെ മുൻകൂട്ടി കണ്ടു എന്നാ പറഞ്ഞത്. അങ്ങനെ ആ കുടുംബത്തിന്റെ രാജകവാടത്തില് രഥം നിർത്തി ഭഗവാൻ രാവണനോട് ആ രുക്മിണിയെ വിവരം അറിയിക്കാൻ പറഞ്ഞു. രാവണ ഒരു കാര്യം ചെയ്തോളൂ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് വിവരം കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ അവിടെ ഒരാളാണെന്നുണ്ടെങ്കിലോ ബ്രാഹ്മണനെ കാണാഞ്ഞ് ആ രുക്മിണി ഇരിക്കപ്പെടുന്നില്ലാണ്ട് കുറെ ജനലിലേക്ക് നോക്കും, കുറെ ഉള്ളിലേക്ക് നടക്കും, കുറെ അങ്ങോട്ട് നടക്കും. അങ്ങനെ ഇരിക്കപ്പെടുന്നില്ലാതെ കുറെ വയർത്ത് കുടിക്കും. ഭഗവാൻ എന്താണ് ചെയ്യുക എന്നറിയാൻ, എന്താ ഈ ചെയ്യുക അറിയാതെ പറഞ്ഞ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. പൂജാമുറിയിൽ പോയിട്ട് ആ പാർവതി പരമേശ്വരന്മാരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. തിരിച്ചു വന്നിട്ട് വേഗം ജനലിനോട് നോക്കും, നമുക്ക് വരുന്നുണ്ടോ നോക്കിക്കൊണ്ടിരുന്നു. അത്ര ടെൻഷനായിരുന്നു. ഈ ദിവസം കല്യാണമാണ്. അങ്ങനെ ക്ഷമയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ആ സമയത്താണ് ദൂരെ ബ്രാഹ്മണൻ നടന്നു വരുന്നത് കണ്ടത് പറഞ്ഞു. അങ്ങനെ ആ രുക്മിണി ദേവി ഓടി ബ്രാഹ്മണന്റെ അടുത്തെത്തി. ആ ബ്രാഹ്മണൻ പറഞ്ഞു, രുക്മിണി ഭഗവാൻ വന്നിട്ടുണ്ട് കേട്ടോ, ഇവിടെ സ്ഥലത്ത് പറഞ്ഞു. ആ രാജകവാടത്തിൽ നിൽക്കുന്നുണ്ട്. ഇത് കേട്ട രുക്മിണി ബ്രാഹ്മണന് സ്വർണവും വിലപ്പെട്ട വസ്തുക്കളൊക്കെ നൽകി പറഞ്ഞയച്ചു. അങ്ങനെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, കൃഷ്ണനെ വിളിച്ചിട്ടില്ല, ശിശുപാലനെ അല്ല എന്താ പറയുക രുക്മിണിയിലെ സാധനം അത് വിളിച്ചിട്ടൊന്നുമില്ല. പ്രത്യേകമായി ക്ഷണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും കൃഷ്ണനും രാമനും സൈന്യസമേതം വിവാഹം കാണാൻ വന്നിരിക്കുന്നു എന്ന വാർത്ത പരന്നു എന്നാണ് ഇല്ലേ? അതാണ് ആ പരമതം. അപ്പോ ആ ഭീഷ്മകനും രാജ്ഞിയും ഇതറിഞ്ഞപ്പോ നേരെ കൃഷ്ണന്റെ അടുത്തെത്തി. കൃഷ്ണനെ രാമനെ എതിരേറ്റിട്ട് കൊണ്ടുപോയി പ്രത്യേകമായിട്ട് അരമന ഒരുക്കി താമസിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഭഗവാൻ എല്ലാവരും രുക്മിണിക്ക് അനുയോജ്യൻ കൃഷ്ണൻ തന്നെയാണ് അഭിപ്രായപ്പെട്ടു എന്നാണ്. കൃഷ്ണൻ അപ്പാപ്പ അവിടെ ക്ഷണിക്കാത്ത സദ്യക്ക് എവിടെ പോയതാട്ടോ കൃഷ്ണന്. രുക്മിണി വിളിച്ച് ക്ഷണിച്ചിട്ടുണ്ട്, അത് ആർക്കും അറിയില്ല. മറ്റവർക്ക് ഭീഷ്മകൻ മറന്നാക്കണം കൃഷ്ണനെ വിളിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. പക്ഷെ ഭീഷ്മകൻ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ മകൻ പറഞ്ഞിട്ടുണ്ടാവില്ല. ക്ഷണിക്കാതെ മക്കളെ പോയി ക്ഷണിക്കുക. അച്ഛൻ പറഞ്ഞ് കൃഷ്ണനെ കൊണ്ട് വിളിക്കണം എന്ന് പറഞ്ഞപ്പോ രുക്മിണി വിളിച്ചില്ല എന്നാണ് പറഞ്ഞു. അങ്ങനെ അത് കണ്ടപ്പോ എല്ലാവരും പറഞ്ഞു, രുക്മിണി കൃഷ്ണൻ വന്നിട്ടുണ്ട്, നല്ല സുന്ദരനാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ മനസ്സിലായി രുക്മിണിക്ക് സന്തോഷമായി. വന്നില്ലേ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊണ്ടെന്നായി. അങ്ങനെ വൈകുന്നേരം പറഞ്ഞ സമയത്ത് രുക്മിണി മറ്റു ബ്രാഹ്മണ സ്ത്രീകളുടെ കൂടെ ക്ഷേത്രത്തിലെത്തി. ആ പാർവതി പരമേശ്വരനെ വന്ദിച്ചു. തിരിച്ചു വരാൻ പുറപ്പെട്ടപ്പോ ദേവി രണ്ട് ഭാഗത്തേക്കും അവർ വന്നങ്ങനെ പൂക്കെട്ടെന്നൊക്കെ പറയും, എങ്ങനെ ഇട്ട് നടക്കുള്ളൂ, രാജ്ഞിമാരെ മുഖം കാണാൻ പാടില്ല. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുക, അവിടെ എവിടെ കാണട്ടെ, ഇന്ന് കാണാൻ കിട്ടാതെ ബുദ്ധിമുട്ടില്ല. ജീവന്റെ സെർച്ചിങ് ആണ്, ഭഗവാനെ കാണാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടങ്ങളാണ് അത് കാണിക്കുന്നത്. അങ്ങനെ ഈ കഴുത്ത് തിരിച്ച് ഭഗവാനെ നോക്കി നടന്നത്. അപ്പോ തൊട്ടടുത്ത് ഭഗവാൻ നിൽക്കുന്നുണ്ട്, കണ്ടില്ല. നമ്മൾ എന്താ പറഞ്ഞത്, നമ്മളുടെ ഉള്ളില് ചിത്രത്തില് വാസുദേവൻ ഇരിക്കണത് നമ്മൾ കാണുന്നില്ല, എന്നിട്ട് നമ്മൾ ദൂരേക്ക് നോക്കണത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ള ആന്തരികമായിട്ടുള്ള തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ കഥകളൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗൂഗിളിൽ പോയിട്ട് രുക്മിണി സ്വയംവരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള കഥകൾ ഇഷ്ടംമാതിരിയായിട്ട് വരും. ഈ തത്വങ്ങൾ അതിൽ പറയില്ല. അത് ഇരുന്ന് പഠിച്ച് അതിൻ്റെ ആ ഓരോന്നിനെ ലിങ്ക് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ അത് വരുള്ളൂ. അതായത് നമ്മുടെ ആ ജീവിത ശൈലിക്കും അതേമാതിരി തന്നെ ആ കഥയെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് തത്വങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഭഗവാൻ തൊട്ടടുത്ത് നിന്ന് കണ്ടില്ല എന്നാ പറയണത്. കണ്ടപ്പോൾ പെട്ടെന്ന് നാണിച്ച് തലതാഴ്ത്തി നടന്നു രുക്മിണി.
അപ്പോ എന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ തന്റെ കാല് ഭഗവാൻ തൊട്ടടുത്ത് ലജ്ജിച്ച് തന്റെ കാല് നോക്കിയൊന്നുമില്ല, ഭഗവാന്റെ തേരിലേക്ക് എടുക്കാണ്ട് കാലാ പൊന്തിച്ചു. ഭഗവാൻ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, ഭഗവാൻ തേരിൽ നോക്കുന്നുണ്ട്, ചാടിയാണ്ട് കയറാൻ കാലാ പൊന്തിച്ചു എന്നാ പറഞ്ഞത്. അത് രുക്മിണി കയറാൻ വേണ്ടി, എത്ര ദൂരിൽ കയറാൻ വേണ്ടിട്ടാ പറഞ്ഞത്. അങ്ങനെ ഭഗവാൻ അപ്പം ചെയ്തു, തന്റെ കൈ കൊണ്ട് പിടിച്ചു വലിച്ചങ്ങ് കെട്ടി. അപ്പൊ ഇവിടെ ആരാ ആദ്യം കയറിയ കയറാൻ നോക്കിയത്? രുക്മിണിയല്ലേ. അതിനുശേഷമല്ലേ ഇതുള്ളൂ. തന്നെയാണ് സുഭദ്രയും ചെയ്തത്. സുഭദ്രാഹരണത്തില് അർജുനന്റെ തേരോടിച്ചത് സുഭദ്രയെ ഓടിച്ചത്. ഏട്ടൻ അല്ലെങ്കിൽ ചാടി കളിക്കുക. അർജുനൻ കട്ടുകൊണ്ടുപോയിട്ടില്ല സുഭദ്രിക്കുന്നത്. ഭാഗവതില് പറയണത് അർജുനൻ കട്ടാണ് കട്ടുകൊണ്ടെടുത്ത് നല്ല ചീത്ത കേൾക്കും. അപ്പോൾ അർജുനൊക്കെ കാരണം പറഞ്ഞത്, ഏട്ടാ എന്താ മണ്ടത്തരം പറയണത്, നമ്മുടെ പെങ്ങള് ശരിയല്ല സുഭദ്ര, നമ്മുടെ പെങ്ങള് ശരിയല്ല. ആ കൃഷ്ണൻ അവിടെ ഭാഗത്തിരിക്കുകയായിരുന്നുണ്ടായിരുന്നു. അവിടെ വെറുതെ കാണാൻ വേണ്ടി പോയതുകൊണ്ട് ഇവിടെ ഓടിച്ചെന്നാ എന്നോട് കയറി എന്നൊക്കെ പറഞ്ഞില്ല. അത് അർജുനൻ അതേമാതിരി അവിടെ ഇരിക്കുന്ന കണ്ടപ്പോ ആ അർജുനോട് പറഞ്ഞു, എന്താ പറയാ, ഈ അർജുനനെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഓടിച്ചുകൊണ്ടിട്ടോ എന്ന് പറഞ്ഞത്. കൃഷ്ണൻ പറഞ്ഞോട്ടാണ്, സുഭദ്രയെ നിനക്ക് അർജുനനെ വേണമെന്നുണ്ടെങ്കിൽ നീ തേരോടിച്ചാൽ പറ്റും, അർജുനനോട് ഓടിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത്. ഇവിടെ എന്ത് സംഭവിച്ചത്? രുക്മിണി കാല് പൊന്തിച്ച് വെച്ചപ്പോ ഭഗവാൻ പിടിച്ചു. നമ്മള് ഭഗവാനിലേക്ക് ഒരടി നീങ്ങിയാൽ ഭഗവാൻ നമ്മളെ വേഗം വെച്ചെടുക്കും. മനസ്സിലാവുണ്ടല്ലോ, പറഞ്ഞ മനസ്സിലാവുണ്ടല്ലോ. ഇങ്ങനെ ഇതിനെ മനസ്സിലാക്കൂ, കഥകളെ മനസ്സിലാക്കൂ. അതാ പറഞ്ഞത്. അങ്ങനെ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ രുക്മിണിയെ പിടിച്ച് വലിച്ചു കയറ്റി വായുവേഗത്തിൽ യാത്രയായി. ആ കൃഷ്ണൻ കന്യകയെ അപഹരിച്ചു എന്നുള്ള ആകാശത്തിൽ അശരീരി ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഇതാങ്ങടെ കേട്ടപ്പോൾ ചിലര് സന്തോഷിച്ചു, ചിലര് ദുഃഖിച്ചു, ദേഷ്യപ്പെട്ടു. ആ ശിശുപാലൻ ആ കല്യാണ വേഷത്തോട് കൂടിയിട്ട് യുദ്ധത്തിന് ഇല്ലേ കൊണ്ടൊക്കെ ഇരിച്ച് നല്ല സുന്ദരനായിട്ട് ശിശുപാലൻ ഇപ്പൊ കല്യാണം കഴിക്കണം എന്നതാണ്. അങ്ങനെ വേഷത്തോട് യുദ്ധത്തിന് തയ്യാറായി. ആ ശിശുപാലനെ ജരാസന്ധൻ തടുത്തു നിർത്തിയിട്ട് ഉപദേശിച്ചു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ജരാസന്ധ നീ എന്താ ഈ വിവരക്കേട് കാണും? രണ്ടുപേരും ഭയങ്കര കൂട്ടുകാരാ. ഈ കഷ്ടകാലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ച ഉപദേശം കൊടുക്കും. ജരാസന്ധന് നല്ല ഉപദേശം ജ്ഞാനിയാ. കഷ്ടകാലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നിട്ട് കാലം ശരിയല്ല. ആ കാലം ശരിയാകുമ്പോ കിട്ടാത്ത ഒത്തിരി കുറുക്കനെ കുടിക്കും. അതന്നെയുണ്ട്, വേറൊന്നുമല്ല. അപ്പോ ആ കാലം ശരിയാവുമ്പോ എല്ലാം ശരിയാവുമെന്ന് എനിക്ക് അറിയണതല്ലേ. ഞാൻ തന്നെ 18 വട്ടം യുദ്ധം ചെയ്തിട്ടുണ്ട് ആ യാദവന്മാരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവരെ വധിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശങ്ങൾ കൊടുക്കും. ജരാസന്ധൻ 18 വട്ടം പോയിട്ട് യുദ്ധം ചെയ്തിട്ട് ഭഗവാൻ 18ാമത്തെ കൂട്ടി പോണ മുരുകുന്ദന്റെ അതൊക്കെ മുരുകുന്ദന്റെ സ്തുതിയൊക്കെ നല്ല സ്തുതിയാട്ടോ. അപ്പൊ അതൊക്കെ പോട്ടെ, ഞാൻ നിങ്ങളെ കുതിപ്പിക്കുകയല്ല ചെയ്യണത്. കാരണം എന്തെങ്കിലും നിങ്ങൾ വിചാരിക്കും ഞാനിത്തെ ഇയാള് വന്നിട്ട് ഇതിനെ കുതിപ്പിക്കണത് ആയിരിക്കും. അല്ല, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്തണ്ടേ. ഇപ്പൊ നോക്കൂ, ഞാനൊരു 15 മിനിറ്റ് കൊണ്ട് ഇപ്പൊ സമയത്ത് 8:40 നോക്കൂ. ആ 10 മിനിറ്റ് മേലെ പറഞ്ഞിട്ടുള്ളത് കാര്യമില്ല, പോട്ടെ. അതൊരു കാര്യം നമുക്ക് മനസ്സിലായല്ലോ. എന്തായാലും സമയത്ത് തത്വം മനസ്സിലായല്ലോ. ആ തത്വം പറയണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് ഉണ്ടെന്ന് അല്ല, കഥയെ പറയാൻ പറ്റും, 10 മിനിറ്റ് പറയാൻ പറ്റുള്ളൂ. തത്വം പറയുമ്പോൾ അങ്ങനെയാണ്. അങ്ങനെ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇതൊക്കെ കേട്ടപ്പോൾ ശിശുപാലനൊക്കെ ജരാസന്ധനെ പറഞ്ഞിച്ച് ശിശുപാലൻ വീട്ടിലേക്ക് കൊട്ടാരത്തിലേക്ക് പോയി. കോപം കൊണ്ട് ജ്വലിച്ച ആ രുക്മി സഭ കൂടിയിട്ട് ആ യാദവന്മാരെ കൊന്നൊടുക്കി. ആ സഹോദരിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നല്ലാതെ ഞാൻ ഈ കുട്ടിനത്തിലേക്ക് വരില്ല പ്രതിജ്ഞ എടുത്തിട്ട് സൈന്യ സമേതം ഭഗവാനെ പിന്തുടർന്നു. ഭഗവാന്റെ പിന്നാലെ ആ ബലരാമ സൈന്യം യാത്രയായി. രുക്മി പിന്നാലെ വരുന്നുണ്ടിട്ട് രണ്ടുപേരും ബലരാമസ്വാമിയും ശ്രീകൃഷ്ണൻ തിരിഞ്ഞു നിന്നിട്ട് യുദ്ധം ചെയ്തു, സൈന്യത്തെ വധിച്ചു. ആ രുക്മിയെ പിടിച്ച് വലിച്ചു കെട്ടി വാളുകൊണ്ട് ശിരസ് മുണ്ടനം ചെയ്തു, അവമാനിച്ചു. അപ്പോ ആ രുക്മിണിയുടെ അവസ്ഥ കണ്ടാണ് ഭഗവാൻ രുക്മിയെ കൊല്ലാതെ. അപ്പോ രുക്മിണി എന്ത് ചെയ്തു? ഭഗവാനെ വേണ്ട, ഏട്ടനല്ലേ ചെയ്യണമെന്ന് ഒന്ന് അവസ്ഥ കണ്ടപ്പോൾ ഒന്നില്ല. ആ സമയത്താണ് നമ്മുടെ ബലരാമസ്വാമി രുക്മിണിയുടെ സൈന്യങ്ങളൊക്കെ വധിച്ചു. ആ രുക്മിണി വന്നു നോക്കുമ്പോ എന്താ, ആ രുക്മിണിയുടെ തലമുണ്ടനം ചെയ്ത് കെട്ടിയിട്ടത് കണ്ടപ്പോ ബലരാമസ്വാമിക്ക് ഇത് ഇഷ്ടായില്ല. ഇനിയിപ്പോ ഉള്ളിൽ സന്തോഷമായിട്ട് ചെയ്ത് നന്നായിരുന്നു. അപമാനം തലമുണ്ടനം ചെയ്ത ഇല്ലേ ബ്രാഹ്മണന്മാർക്ക് ആ ശിഖി മുറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മരിച്ചെന്ന് ഇല്ലെന്നാ പറയാം. അതേമാതിരി തലമുണ്ടനം ചെയ്തപ്പോ
അതായത് രുക്മിണിക്ക് എന്തെങ്കിലും തോന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭഗവാനെ ചീത്ത പറഞ്ഞോന്നാണ്. കാരണം ഭഗവാനെ ചീത്ത പറഞ്ഞെന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു നല്ലൊരു തത്വോപദേശം ആര് കൊടുക്കുകയാണ്? ബലരാമസ്വാമി രുക്മിണിക്ക് കൊടുക്കുകയാണ്. എന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അതായത് രുക്മിണിയെ പുകഴ്ത്തി പറഞ്ഞാൽ കൃഷ്ണന് വിഷമാവും, കൃഷ്ണനെ പുകഴ്ത്തി ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ രുക്മിണിക്ക് വിഷമാവും. അപ്പൊ ആ ബലരാമസ്വാമി അവതാളത്തിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല. പറയാണ് എന്റെ രുക്മിണി പറയാണ്, ഹേ രുക്മിണി, ഈ സഹോദരൻ എന്ന മമതാ ബന്ധം കൊണ്ടാണ് നീ ഇങ്ങനെ ആഗ്രഹിക്കുന്നത്. ആ ഭഗവാന്റെ മായയ്ക്ക് അടിമപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നല്ല ഉപദേശം കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിരിക്കുന്ന വേറെ ഉപദേശത്തിലൊക്കെ പോയാൽ പിന്നെ ലേറ്റ് ആകുള്ളൂ. അപ്പോ പക്ഷെ അതിന് ഒരണ്ട് കാര്യം പറഞ്ഞു. ബലരാമൻ പറഞ്ഞ, കൃഷ്ണ നീ മുണ്ടനം ചെയ്തത് ശരിയായില്ല കേട്ടോ. എന്താണ് തലം കുറിച്ച് ശരിയായില്ല. ഉള്ളില് പറയണത് നന്നായി കൃഷ്ണ ഉള്ളില്, പക്ഷേ രുക്മിണിക്കെന്നേ തോന്നണ്ടേ. എന്നിട്ട് പറഞ്ഞു, ഹേ രുക്മിണി, സഹോദരനെ വിരൂപനാക്കിയതിൽ നിനക്ക് എതിർപ്പൊന്നും തോന്നണ്ട കേട്ടോ. എന്താണ് സഹോദരനെ കൃഷ്ണൻ വിരൂപനാക്കിയത് കൊണ്ട് നിനക്ക് വെറുപ്പൊന്നും. രണ്ടുപേരും ചില ആൾക്കാരുണ്ട് അങ്ങനത്തെ രണ്ടു തോണിയിലും കാലിട്ട് വർത്തനം പറഞ്ഞ ആൾക്കാരുണ്ട്. ഇവിടെ ബലരാമസ്വാമി അങ്ങനെ, അതായത് രുക്മിണി വിഷമിക്കാൻ പാടില്ല, കൃഷ്ണനെ വിഷമിക്കാൻ പാടില്ല. അങ്ങനത്തെ അതായത് പണ്ടത്തെ കാരണന്മാരെ അങ്ങനെ രണ്ടു തോണിയിൽ കാലിടും. എന്നിട്ട് രണ്ടു തോണി കാലിനെ നമുക്ക് അറിയാലോ, എവിടേക്ക് നേരം പോവില്ലല്ലോ. അപ്പോ പറഞ്ഞു, അതായത് നിനക്ക് എതിർപ്പൊന്നും തോന്നണ്ട കേട്ടോ. ഇതെല്ലാം അവരവരുടെ ആ കർമ്മം മൂലം വന്നു ചേർന്നതാണ്. നിന്റെ ആങ്ങളി ഒട്ടും മോശമല്ല കേട്ടോ. എന്താ പറയുന്നത്? നിന്റെ ആങ്ങളി ഒട്ടും മോശമല്ല. അത് കൃഷ്ണനെ മാത്രമല്ല. കൃഷ്ണ, ഈ നീ ചെയ്തത് ശരി തന്നെയാണ്. നോക്കൂ, അതൊക്കെ ഭാഗവത്തിൽ പറയട്ടെ. വാക്കുകളൊക്കെ നല്ല രസത്തില് എന്താ പറയാ, ഈ ഇതിൽ പറയണ്ട് കല്യാണത്തിന്റെ. അതായത് പറയാണ് ഈ എന്താ പറയാ, ബന്ധുർവദാർഹദോഷോപി ന ബന്ധോർ വദമർഹതി ത്യാജ്യ സ്വേനൈവ ദോഷേണ ഹദാ കിം ഹന്യതേ പുന ക്ഷത്രിയാണാമയം ധർമ്മ പ്രജാപതി വിനിർമ്മിത ഭ്രാതാഭി ഭ്രാതരം ഹന്യാതി ഏന ഘോരതരസ്തദാ രാജസ്യ ഭൂമേർവിത്തസ്യ സ്ത്രീയോ മാനസ്യ തേജസാ മാനിനോന്യസ്യ. അങ്ങനെ ആ ഇത് പറയാണ്. ഇതൊക്കെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എന്താ പറയാ, കൃഷ്ണ വധിക്കപ്പെടാൻ അർഹനാണെന്നുണ്ടെങ്കിലും ബന്ധുവിൽ നിന്ന് വധം അർഹിക്കുന്നില്ല. ഒരു ബന്ധുവിന്റെ ബന്ധുവിനെ കൊല്ലാൻ വധം വേദം പറയുന്നില്ല. എന്നാല് പറയാ, ക്ഷാത്രധർമ്മം അനുസരിച്ച് ബന്ധുവാണെങ്കിലും ബന്ധുവിനെ കൊല്ലാം. നോക്കൂ, ആ ബലരാമസ്വാമി ആ രണ്ടുപേരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെടുന്നുണ്ടറിയോ. കൃഷ്ണന് വിഷമം ഉണ്ടാകരുത്, രുക്മിണിക്ക് വിഷമം ഉണ്ടാകരുത്. അപ്പോ അത് തെറ്റില്ലാട്ടോ. കൃഷ്ണ നീ ചെയ്ത് ശരി തന്നെയാണ്. പിന്നെ പറയാണ്, അപ്പോ രുക്മിണിയുടെ മുഖത്തോക്കിട്ട് പറഞ്ഞു, രുക്മിണി, നിന്റെ അതായത് ജ്യേഷ്ഠൻ അധർമ്മം ചെയ്തത് കൊണ്ട് ഈ വധത്തിന് അർഹനാണെന്നുണ്ടെങ്കിലും നിന്റെ സഹോദരനായത് കാരണം കൊണ്ട് കൃഷ്ണൻ തലമുണ്ടനം ചെയ്ത് ജീവൻ നിർത്തി, അല്ലെങ്കിൽ കൃഷ്ണന്റെ മാതിരി ആൾക്കാരൊക്കെ ഒരൊറ്റ വാളുകൊണ്ട് വെട്ടിക്കൊല്ലേണ്ടതാണ്. തന്നോടുള്ള സ്നേഹം കാരണം കൊണ്ടാണ് അത് ചെയ്തത്. അതായത് ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് ബന്ധുവാണെങ്കിലും വധിക്കുന്നത് തെറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ രുക്മിണിയോട് പറഞ്ഞു, ധർമ്മത്തെ അനുഷ്ഠിക്കേണ്ട ക്ഷത്രിയനായിരിക്കുന്ന നിന്റെ ജ്യേഷ്ഠൻ അധർമ്മം ചെയ്തത് കൊണ്ടാണ് കൃഷ്ണൻ കൊല്ലേണ്ടതാണ്. പക്ഷെ തന്റെ ആങ്ങളെ ആയത് കാരണം കൊണ്ട് വെറുതെ വിട്ടു, തലമുണ്ടനം ചെയ്ത് വിട്ടിട്ട് ജീവൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു. അങ്ങനെ പറയാണ്, എന്റെ സഹോദരൻ രുക്മിണി, ഈ മതാന്തം കൊണ്ടാണ് നിന്റെ സഹോദരൻ ഓരോന്ന് ചെയ്തു കൂട്ടിയത്. ആ കൃഷ്ണനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അനിയനെ കുറ്റം പറയണത് ഏട്ടന് ഇഷ്ടമൊന്നുമില്ലേ. അപ്പോ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ കൃഷ്ണൻ ധർമ്മത്തിനനുസരിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആ രുക്മിണിയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അവര് ദ്വാരകയിലെത്തിയിട്ട് ആ ആചാരവിധി പ്രകാരം ആ രുക്മിണിയെ വിവാഹം കഴിച്ചു. വിവാഹ ദിവസം വളരെ ഉത്സവമായി കൊണ്ടാടി. അതാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരമൊക്കെ ഉത്സവമായിട്ട് മാറ്റിയത്. അതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തായാലും തൽക്കാലം നമുക്ക് ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട്
രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം പവനപുരീശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാമ്പദാ ശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്രാശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം പവനപുരീശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരും പിന്നെ എൻ്റെ അടുത്ത് പ്രസാദം വാങ്ങിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേഗം വരും. കുറച്ച് നേരം 10 മണി 10 വരെ